ഒരു ഭീഷണിയുടെ മുന്നറിയിപ്പ്. നമ്മൾ എന്ത് ധൈര്യത്തിലാണ് മരിക്കാൻ ഒരുങ്ങി നിൽക്കുക? എന്ത് ധൈര്യത്തിൽ? ഒന്നും സംഭവിക്കൂല പ്രിയപ്പെട്ടവരെ. എന്റെ പൊന്നുമോ മരിച്ചപ്പോ എന്റെ നാട് നിറച്ച ആള് വന്നു. അൽഹംദുലില്ലാ. ഞാൻ മരിച്ചാലോ ഉസ്താദ് മരിച്ചാലോ തങ്ങൾ മരിക്കുമ്പോഴൊക്കെ ഇതുപോലെ ആളുകൾ വരും. അല്ലാഹു തആല ഒരുപാട് ജനസാഗരത്തിന്റെ മുന്നിൽ മരിച്ചു കിടക്കുന്ന സ്വാലിഹാകൾ മയ്യിത്താരാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അതിനാണല്ലോ ഇപ്പൊ കഷ്ടപ്പാട്. ഇവിടെ വന്നതുകൊണ്ട് വേറെ വരുമാനം കിട്ടാനില്ല. അതിനാണ് ഈ ത്യാഗം. ഒരു രോഗിയെ കുളിപ്പിക്കുമ്പോൾ, മരുന്ന് വെച്ച് കൊടുക്കുമ്പോൾ, അവർക്ക് ഭക്ഷണം വാരി വെച്ച് കൊടുക്കുമ്പോൾ, പെരുന്നാളിന്റെ പുതിയ ഡ്രസ് എടുത്ത് കൊടുത്ത് അവരോടൊപ്പം ഇരുന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് ഇരുട്ടറയുടെ ലോകത്തൊരു വലിയ പ്രഭയും പ്രകാശവുമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇത്രയും ആളുകൾ കൂടി 3 ദിവസം വീട്ടിൽ കസേരയും തളർപ്പയും ജനങ്ങൾ വരിക, ദുആ ചെയ്യുക, പിരിയുക, അങ്ങനെയൊക്കെ ഒരു വലിയ ബന്ധുക്കളുണ്ടാവും. അത് കഴിഞ്ഞ് 3-ാം ഭാഗത്ത് നടത്തും. ചിലർക്ക് നാണക്കേടാണ്, ചിലർ അതിന്റെ ഫംഗ്ഷൻ എന്ന് പേര് പറയും. അങ്ങനെ അത് നടത്തുമ്പോൾ മക്കൾ ചർച്ച ചെയ്യുന്നവരെന്താ? സ്റ്റാൻഡേർഡായിട്ട് നടത്തണം. ആളുകൾ കുറ്റമൊന്നും പറയരുത്. വാപ്പാക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, വാപ്പാടെ കബർ കിട്ടാനല്ല. പേരും പെരുമയും സ്റ്റാൻഡേർഡ് കുടുംബ മഹിമയും അന്തസ്സും നോക്കി നടത്തും. ഒരു നാണയത്വത്തിന്റെ പുണ്യം പോലും വാപ്പച്ചി കിട്ടില്ല. ആ വാപ്പയായി നിങ്ങൾ മാറുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാൻ വേണ്ടി പറയാം. അത് കഴിഞ്ഞ് 3-4 ദിവസം ഒന്ന് കഴിഞ്ഞു പോകുമ്പോൾ പോവും സഹോദരങ്ങളെ, എല്ലാവരും പോകും. പിന്നെ ബന്ധുക്കൾ ഓരോന്നായി പോകും. എന്റെ വീട്ടിന്റെ അവസ്ഥ ഞാൻ പറയുക. ഞാൻ എന്റെ വീട്ടിലിരുന്ന് ഒരു മരണത്തിന്റെ മുഴുവൻ ആദ്യാവസാനം വരെ അനുഭവിച്ചവരാണ്. ഞാൻ എന്റെ മോന് പകരം എന്റെ മയ്യത്തിനെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചിന്റെ റൂമിനകത്തിരുന്ന് കരഞ്ഞവനാണ്. ഇത്രയും ജനങ്ങൾ ഞാൻ മരിക്കുമ്പോൾ വന്നാലും എനിക്ക് നേട്ടങ്ങൾ കിട്ടുന്നില്ല. ദുആ ചെയ്യുമ്പോൾ പ്രതിഫലം കിട്ടും, പക്ഷേ കൊഴിഞ്ഞു പോകും. പിന്നെ അവരുടെ മനസ്സിൽ മറക്കൽ നിർബന്ധമാകും. പിന്നെ മറന്നേ മതിയാവൂ. ഞാൻ മറക്കണം, എന്റെ ഭാര്യ മറക്കണം, എന്റെ മക്കൾ മറക്കണം, എന്റെ കുടുംബം മറക്കണം, എല്ലാവരും മറക്കണം. അവസാനം അടക്കിയ വാപ്പാന്റെ കബറെവിടെയെന്നറിയാതെ മക്കൾ കൈമറക്കുന്ന ഒരു സാഹചര്യം വരും. ആ മക്കൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ നിസ്കാരം കളാക്കുന്നത്? ആ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ അല്ലാഹുവിനെ മാറ്റി പറയുന്നത്? ആ ഒരു ഗതികേട് വരാൻ വേണ്ടിയിട്ടാണോ? ജീവൻ മരണ പോരാട്ടമില്ലേ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി? നമ്മൾ എന്തെടുത്ത് കാണിക്കും? നമ്മുടെ തറാവി അല്ലാഹുവിന്റെ മുമ്പ് എടുത്തു കാണിക്കാനുള്ള ചങ്കൂറ്റം എത്ര ആൾക്കാരുണ്ട്? റമദാൻ നിസ്കരിച്ച തറാവി എടുത്ത് കാണിക്കാൻ ധൈര്യമുണ്ടോ? നമ്മുടെ ഇബാദത്ത് കാണിക്കാൻ ധൈര്യമുണ്ടോ? പക്ഷേ ധൈര്യത്തോടുകൂടി ഒന്ന് നമുക്ക് പറയാം, ഞാൻ മരിച്ചപ്പോ എന്റെ മരണവാർത്തകളിൽ ഒരു ക്യാൻസർ രോഗി പൊട്ടിക്കരഞ്ഞു വന്ന അയാൾ കരഞ്ഞിട്ട് പറയും, എനിക്ക് മരുന്ന് വാങ്ങാൻ പൈസ തന്നവരാണോ? എനിക്ക് മരുന്ന് വാങ്ങാൻ പൈസ തന്നവരാ. അതുകൊണ്ട് ആ പ്രിയ കൂട്ടുകാരന് സ്വർഗം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയല്ലാതെ അള്ളാന്റെ മുന്നിൽ ഗ്യാരണ്ടിയായിട്ട് കാണിക്കാൻ ഒന്നുമില്ല എന്ന തോന്നലാണ് സ്നേഹസാഗരത്തിന്റെ പിറവിയുടെ കാരണം. ഒന്നുമില്ല സഹോദരൻ. ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അള്ളാഹുവിന്റെ ലോകത്ത് വലിയ വിജയം കിട്ടാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ഉന്നതമായ പദവിയും സ്വർഗവും കിട്ടാൻ വേണ്ടിയാ. അള്ളാഹു നാളെ പരലോകത്ത് ചോദിക്കും, മരുന്നുവലം തഅലുനി, ഞാൻ രോഗിയായിട്ട് എന്തുകൊണ്ട് നീ എന്നെ ഒന്നും കണ്ടില്ല? പടച്ചവനെ, നീ സർവ്വലോക സംരക്ഷകനാണ്, നീ എങ്ങനെ രോഗിയാകും? അള്ളാഹു അവിടെ പറയുന്ന ഒരു വാക്ക്, അമാ അലിംത അന്ന അബ്ദി, എന്റെ അടിമ. രോഗികൾ അള്ളാഹു പറഞ്ഞത് എന്റെ അടിമ എന്നാണ്. വേറെ ആരെക്കുറിച്ച് പറഞ്ഞു? എന്റെ അടിമ സുഖമില്ലാതെ കിടന്നത് നീ അറിഞ്ഞില്ലേ? അല്ലാഹുവേ, തസ്ബീഹമാല മറച്ചുകൊണ്ട് കടക്കൽ ടൗൺ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ വഴിയിൽ വിശപ്പടക്കാൻ നിവർത്തിയില്ലാതെ പൊട്ടിക്കരയുന്ന ഭവനത്തിന്റെ അകത്തേക്ക് നോക്കാൻ കഴിയാത്തവന്റെ ഹജ്ജ് അല്ലാഹുവിന് വേണ്ട, അവന്റെ തസ്ബീഹ് അല്ലാഹുവിന് വേണ്ട. ഈ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ പ്രഭാവാക്കുകളെ ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഐഎസിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ചവറ്റുകുട്ടയിലെറിയാൻ വേണ്ടി ഒരു വിഭാഗം കാത്തിരിക്കുമ്പോ സ്നേഹത്തിന്റെ വെള്ളരിപ്രാവുകളായിട്ട് അൽഹംദുലില്ലാഹ് പറന്നുയരട്ടെ. കടക്കലിന്റെ മണ്ണിൽ നിന്ന് സ്നേഹസാഗരം ഒഴുകിയെത്തട്ടെ. കേരളത്തിന്റെ എല്ലാ മുത്തുമൂലയിലും ഒഴുകിയെത്തട്ടെ, പരന്നെത്തട്ടെ. അള്ളാഹുവിനുള്ള മഹാഭാഗ്യം നമുക്ക് തരട്ടെ. പരലോകത്തിന്റെ മറ്റൊരു രംഗം അള്ളാഹു പറയുകയാ, ഇവിടെ ദുനിയാവിൽ ചമഞ്ഞൊരുങ്ങി നടന്നവരല്ലാഹുവിന്റെ കോടതിയിൽ സക്കറെന്ന് പറയുന്ന നരകത്തിനകത്ത് കിടക്കുമ്പോ എന്റെ പെങ്ങളെ പഠിക്കുക. പർദ്ദയിട്ടവളാണ്, വസ്ത്രയിട്ടവളാണ്, നിസ്കാരപ്പണം കൊണ്ടെന്ന് അവകാശപ്പെട്ടവളാണ്, ഒരുപാട് പേരുടെ ഇടയിൽ ദീനീപരമായ പ്രവർത്തനങ്ങൾ ചെയ്തവളാണ് എന്നറിയപ്പെട്ടവരോട് അള്ളാഹു ചോദിക്കുന്ന ആ മലക്കുകൾ ചോദിക്കുന്ന
നിങ്ങൾ നല്ലതുപോലെ കടക്കൽ ജീവിച്ചവരല്ലേ, നിങ്ങൾ നല്ലതുപോലെ കിളിമാനൂരിൽ ജീവിച്ചവരല്ലേ, നിങ്ങൾ നല്ലതുപോലെ ദുനിയാവിൽ ജീവിച്ചവരല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ ഈ നരകത്തിലായെന്ന് ചോദിക്കുമ്പോ അവര് മറുപടി കൊടുക്കുന്ന ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല, താല്പര്യമുണ്ടായില്ല. വലം നകു നുതഈമുൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല, സ്വന്തം ഭാര്യയും മക്കളെയും മാത്രമേ നോക്കിയുള്ളൂ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് കത്തിയാടുന്ന നരകത്തിന്റെ വിറകാകാതിരിക്കുക. എന്റെ മുമ്പിൽ വന്ന സഹോദരങ്ങളോട് പറയുകയാ, മനസ്സ് വെക്കുക. അവര് പറയുന്നു തോന്നിവാസത്തോടെ നടക്കുന്നവരോടൊപ്പം നമ്മളും നടന്നു. എന്ത് സ്നേഹത, എന്ത് സ്നേഹസാഗരം, എന്ത് സ്നേഹതീരം, എന്ത് ആശ്രയതീരം, എന്ത് ഗാന്ധീഭവൻ, എന്ത് രോഗം, എന്ത് ചികിത്സ, എന്ത് സഹായമെന്ന് ചോദിച്ച് കൈമലപ്പി നടന്ന താന്തോന്നികളോടൊപ്പം ഞങ്ങൾ നടന്നുപോയി. അല്ലാഹ് എന്ന് പറഞ്ഞ് കത്തിയാളുന്ന നരകത്തിന്റെ അവസ്ഥ വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അബൂദർറളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ബനി ഇസ്രായേൽ ആബിദായ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു കൊടുത്തതാ. 60 വർഷം പർവ്വതത്തിന്റെ മുകളിൽ ഇബാദത്ത് ചെയ്ത മനുഷ്യനാ. 60 വർഷം കഴിഞ്ഞ് താഴേക്കൊന്ന് നോക്കുമ്പോ പച്ച വിരിച്ചു കിടക്കുന്ന മനോഹരമായ ഭൂമിയെ കണ്ടപ്പോ ആഗ്രഹം തോന്നി താഴെ ഇബാദത്ത് ചെയ്യാമെന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന 2 പത്തിരി കഷണവും കൊണ്ട് താഴേക്ക് ഇറങ്ങി വന്ന ആബിദായ മനുഷ്യൻ ആ വരുന്ന വഴിയില് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോ 60 വർഷത്തെ ഇബാദത്ത് കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയാത്ത വികാരം വിചപ്പലപ്പ് പൊട്ടി ഉയർന്നു വന്നപ്പോ ആ പെണ്ണുമാരെ വ്യഭിചാരം നടത്തി അവസാനം ആ സഹോദരൻ മരണപ്പെട്ട രംഗത്തെ നിമിതങ്ങൾ പറയുകയാ. ആ മനുഷ്യന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനത്തെ വീതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വീതിച്ചു കൊടുക്കാൻ തീരുമാനിക്കുമ്പോ അവൻ ഒരു നേരം ചെയ്ത വ്യഭിചാരത്തിന് പകരമായിട്ട് 60 വർഷം ചെയ്ത ഇബാദത്ത് പൊളിച്ചു കളയുകയാ. അവന്റെ നിസ്കാരം പോയി, അവന്റെ സുരക്ക പോയി, അവന്റെ സൽക്കർമ്മം പോയി. പക്ഷേ അല്ലാഹുവിന്റെ മലക്കുകൾ അവനോട് പറയുന്നു, വിഷമിക്കണ്ട, ഒരു ചെറിയ പുണ്യം കൊണ്ട് ഈ നഷ്ടപ്പെട്ട 60 വർഷത്തെ ഇബാദത്ത് അല്ലാഹു ആ മനുഷ്യന് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചപ്പോ ഈ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, അല്ലാഹ് എനിക്ക് തിരിച്ചു കിട്ടിയ നഷ്ടപ്പെട്ട അമലുകൾ മുഴുവനും തിരിച്ചു കിട്ടിയ നന്മയേറാ. ആ സഹോദരനോട് മലക്കുകൾ പറയുകയാ, 60 വർഷം കഴിഞ്ഞ് പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് വ്യഭിചാരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ് നീ പിന്നീട് കേരം പ്രകടിപ്പിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നപ്പോ നിന്റെ വാതിലിന്റെ മുമ്പിൽ വന്ന് കൊട്ടിയിട്ട് പൊട്ടിക്കരഞ്ഞു പോയ ഒരു പാവപ്പെട്ടവൻ വിശക്കുന്നു എന്ന് പറഞ്ഞ് കൈകൊണ്ട് പള്ളയിൽ ഇങ്ങനെ കൈവച്ചപ്പോ നീ ഒന്നും നോക്കാതെ നിന്റെ വിശപ്പ് മാറ്റാതെ കയ്യിൽ നിന്ന് പത്തിരിയെടുത്ത ആ മനുഷ്യന്റെ കൈവെള്ളയിൽ വെച്ചുകൊടുത്തപ്പോ ആ മനുഷ്യന്റെ വിശപ്പടങ്ങിയപ്പോ ആ വിശപ്പടങ്ങിയതിന് പകരമായിട്ട് നഷ്ടപ്പെട്ടു പോലെ അമലുകൾ അല്ലാഹു സ്വീകരിച്ചെന്ന് പറയുമ്പോ എന്റെ കടക്കൽ വന്നിരിക്കുന്ന സ്നേഹസാഗരത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകര്, നിങ്ങളാതിന്റെ പ്രവർത്തകര്, നിങ്ങളാതിന്റെ ചെയർമാര്, നിങ്ങളാതിന്റെ സഹോദരങ്ങൾ, നിങ്ങളാതിന് കൊണ്ടു നടക്കേണ്ടത്. ഷാരുമാക്കറിയങ്ങ് മരണപ്പെട്ടു പോയാ, സജീർ കാമല്ലാരിയങ്ങ് മരണപ്പെട്ടു പോയാ, ഓടി വരണം മക്കളെ. സ്നേഹസാഗരത്തിന്റെ പ്രിയപ്പെട്ട രോഗികളെ 2 കൈ കൊണ്ട് പ്രോയിടപ്പെട്ട് കുളിപ്പിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പാവപ്പെട്ടവന് വേണ്ടിയും അതുപോലെ തന്നെ വിധവകൾക്ക് വേണ്ടി ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ, അന്നം കൊടുക്കുന്ന കുടുംബനാർ നഷ്ടപ്പെട്ടു പോയ, സാധുക്കൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമുണ്ടല്ലോ, അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമുണ്ടല്ലോ. കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, ശിരസറ്റ് പോലെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കബന്ധങ്ങളെ കാലുകൊണ്ട് തട്ടിമാറ്റിയ ഇസ്ലാമിന്റെ സുഹറാക്കളുടെ പ്രതിഫലം പൊന്നുപോലെ നിനക്ക് അല്ലാഹു തരുന്നതാ. നിന്റെ വീടിന്റെ തൊട്ടടുത്ത് കഴിയുന്ന പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റാൻ പരിശ്രമിച്ചാൽ ആ പുണ്യം നിനക്ക് തരുമെന്ന് പറഞ്ഞതാരാ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിൽ ഖായിമില്ലയോ, ഇല്ലെങ്കിൽ രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുന്നവന്റെ കൂലിയാ. ചെറിയ കാര്യമല്ല. ഒരു 2 മണിക്കൂർ കസേരയിരുന്നപ്പോ കാലുവേദനിക്കുന്ന നടുവേദനിക്കുന്ന ചെറുപ്പക്കാരാ,
രാത്രി മുഴുവനും നിന്ന് ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കൂലി പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുമ്പോ, ആരോരുമില്ലാത്തവരെ സഹായിക്കുമ്പോ നിനക്ക് തരുമെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചല്ലോ, സഹായിക്കുമ്പോ 3 തരത്തിലാണ്. ഒന്ന് ഭക്ഷണം, മറ്റൊന്ന് വസ്ത്രം, മറ്റൊന്ന് അഭയം. ഇത് 3 കൊടുക്കണം. പള്ളിയിലൊരു മുസാഫിർ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു. മുത്ത റസൂൽ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് സ്വർഗ്ഗമുറപ്പ് തരുന്നു, ആരാണ്? ഈ വയോവൃദ്ധനായ പാവപ്പെട്ടവനെ വീട്ടിൽ കൊണ്ടുപോയി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. ഒന്നിനും കഴിവില്ലാത്ത ഒരു സഹോദരൻ ചാടി എഴുന്നേറ്റ്, നബിയേ അനയാ റസൂലല്ലാഹ്. എല്ലാവരും നോക്കി, അയാൾ പാവപ്പെട്ടവനാണല്ലോ, അയാൾ എങ്ങനെ സഹായിക്കും? നബിയെ, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വേഗം വരാം, ഞാൻ കൊണ്ടുപോവാം. ഓടി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ ഭാര്യ പറയാൻ, നിങ്ങൾ എന്തിനെഴുന്നേറ്റു മനുഷ്യ, നിങ്ങൾ എന്തിനെഴുന്നേറ്റു? സ്നേഹസാഗരത്തിന്റെ പന്തലിന്റെ ചുവട് കസേരയിട്ടിരിക്കാൻ ഭാഗ്യം ലഭിച്ച, തലയിൽ തട്ടമിട്ട് പറതയിട്ട് ഇവിടെ വന്നിരിക്കുന്ന പെണ്ണന്മാരോട് പറയാണ്, ആ പെങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തിനെഴുന്നേറ്റു? ഞങ്ങൾ പട്ടിണിയല്ലേ, പള്ളിയിൽ വന്ന മനുഷ്യന് ഞങ്ങൾ എങ്ങനെ ഭക്ഷണം കൊടുക്കും? നിങ്ങൾ എന്തിനെഴുന്നേറ്റു? ആ പ്രിയപ്പെട്ട സഹോദരി കരഞ്ഞു. ബഹുമാനപ്പെട്ട അൻസാരിയായ സഹാബി പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടോ നോക്ക്. ഉണ്ട്, ഒരു പത്തിരിയുണ്ട്, നമ്മുടെ പിജോമന മക്കൾ ഉണരുമ്പോ കൊടുക്കാൻ വേണ്ടിയിട്ട് അയൽവക്കത്ത് നിന്ന് ഞാൻ സംഘടിപ്പിച്ചതാണ്. ഇതെല്ലാം ഒന്നുമില്ല ഇവിടെ. ആ മനുഷ്യൻ പറഞ്ഞു, അത് മതി, അത് മതി, ഞാൻ പോയി വിളിച്ചുകൊണ്ടുവരാം. സ്വർഗമെന്ന് കേട്ടപ്പോ എഴുന്നേറ്റ് പോയതാ പെണ്ണ്. സ്വർഗമെന്ന് കേട്ടപ്പോ എഴുന്നേറ്റ് പോയതാ. സ്വർഗമെന്ന് പറയുന്നത് മിഠായി പോലെ കഴിയില്ല സഹോദരങ്ങളെ. അള്ളാഹു ഞെക്കി പിഴിഞ്ഞു നോക്കിയിട്ടല്ലാതെ സ്വർഗം തരുമെന്ന് ആരും കൊതിക്കണ്ട, ആരും മോഹിക്കണ്ട. അങ്ങനെ കിട്ടൂല. ഒരു സുജൂദ് കൊണ്ടൊന്നും അവരെ പെട്ടെന്ന് സ്വർഗം കിട്ടൂല. ശരിക്കമ്മ പിഴിഞ്ഞു നോക്കും. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേറമ്പേ. ഈ നാട്ടിൽ വന്ന ഈ പ്രിയപ്പെട്ട സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ കാക്കണേറമ്പേ. ആ സഹാബി ഓടി, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ കൊണ്ടുപോകാം. ആ മുസാഫിറിന്റെ വിരൽത്തുമ്പ് പിടിച്ച് വീട്ടിലേക്ക് ചെന്നപ്പോൾ പ്രിയപ്പെട്ട സഹധർമ്മിണി പറഞ്ഞു, ഒറ്റ പത്തിരി കൊണ്ട് പൊരുത്തപ്പെടുവോ? സാരമില്ല, ഞാൻ സമാധാനിപ്പിച്ചുകൊള്ളാം. കൊണ്ടുവന്നു വെച്ചപ്പോ അയാൾ പറയുന്ന റസൂലെന്ന് പറഞ്ഞു വിട്ടതാണെന്നെ, അതുകൊണ്ട് നിങ്ങൾ കൂടി ഇരുന്ന് കഴിക്കാതെ ഞാൻ കഴിക്കൂല. സഹാബിക്ക് വേദനയായി, ബേജാറായി. എങ്ങനെ ഞാൻ കഴിക്കും? ഒരു പത്തിരിയല്ലേ ഉള്ളൂ, എങ്ങനെയാണ് ഞാൻ കഴിക്കുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിഥിയാണ്, സങ്കടപ്പെടുത്താനും പാടില്ല. ഈ പ്രിയപ്പെട്ട മനുഷ്യൻ തന്റെ മുമ്പിൽ ഇരിക്കുന്ന വിളക്കങ്ങ് കെടുത്തിയിട്ട് പറഞ്ഞു, ഇരുട്ടാണ്, ഇനി വെളിച്ചത്തിന് വേണ്ടി ഇന്ധനം ഇവിടെയില്ല, അതുകൊണ്ട് ഞാനും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞു ഭക്ഷണമില്ലാത്ത പാത്രത്തിൽ കൈവച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നത് പോലെ ആദ്യം കാണിച്ചത് അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടിയാ. ഒന്നുമില്ല എങ്കിലും ഇങ്ങനെ കഴിക്കുന്നത് പോലെ കാണിച്ചത് അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടിയാ. ആ മനുഷ്യൻ ഭക്ഷണം കഴിച്ചു. പക്ഷേ സുബഹിക്ക് പള്ളിയിൽ പോയപ്പോൾ ഒരു അത്ഭുതം. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു സഹാബി വന്ന് പറഞ്ഞു, ഇന്നലെ ഇവിടെ വന്ന മുസാഫിറിനെ വീട്ടിൽ കൊണ്ടുപോയത് ആരാണ്? അൻസാരി ആ സഹാബി പറഞ്ഞു, ഞാനാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളെ റസൂലുള്ള ഒന്ന് വിളിച്ചിട്ടുണ്ട്, കാണാൻ ചെല്ലാൻ പറഞ്ഞു. കാല് വിറക്കാൻ തുടങ്ങി, പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ കൊണ്ടുവന്ന അതിഥിക്ക് ഭക്ഷണം കൊടുത്തത് കുറഞ്ഞു പോയത് കൊണ്ടാണോ? വിളക്ക് കെടുത്തി വെച്ചിട്ട് കഴിക്കുന്നത് പോലെ അഭിനയിച്ചത് കൊണ്ടാണോ? സഹിക്കുന്നില്ല, കൈകാല് വിറച്ച റസൂലുള്ളാഹിയുടെ പൊരുത്തം വേണം. തെറ്റുപറ്റിപ്പോയെന്ന് പറയാൻ ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ 2 കൈ വിരിച്ചിട്ട് ആ പ്രിയപ്പെട്ട സഹാബിയെ ചേർത്ത് വെച്ച് കവളത്ത് മുത്തം കൊടുക്കുമ്പോ, യാ റസൂലല്ലാഹ്, എന്തിനാണ് അവിടെ നിങ്ങളെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നലെ നീ ആ പ്രിയപ്പെട്ട മുസാഫിറായ പാവപ്പെട്ടവന് കൊടുത്ത് ഭക്ഷണം കൊടുത്ത രംഗമുണ്ടല്ലോ, അത് കണ്ടിട്ട് അല്ലാഹു നിനക്കും നിന്റെ മക്കൾക്കും നിന്റെ പ്രിയപ്പെട്ടവർക്കും സ്വർഗത്തിൽ അല്ലാഹു ഭക്ഷണം ഒരുക്കിയത് ഇന്നലത്തെ രാത്രിയിൽ ഞാൻ കണ്ടുകൊണ്ട് കണ്ടു. ആ സ്വർഗത്തിന്റെ വിരുന്നുകാരനാണെന്ന് ഉറപ്പിച്ചുകൊള്ളാൻ പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിയുടെ മുമ്പ് നിന്ന് ഇറങ്ങി ഓടുകയാ. എവിടെയാണ് ഓടിയതെന്നറിയോ? എവിടെയാണ് ഓടിയതെന്നറിയോ? സ്നേഹസാഗരത്തിന്റെ മാതൃകക്കാവുന്ന പെങ്ങളെ, നിന്നെ പോലെ ഒരു പെണ്ണാ പ്രിയപ്പെട്ട സഹോദരനുണ്ടല്ലോ, ആ സഹധർമ്മിണിയുടെ കവളത്ത് മുത്തം കൊടുത്തിട്ട് പറയുന്ന, പെണ്ണേ, നമ്മൾ ഭാഗ്യമുള്ളവരാ. വിശന്നുറങ്ങിക്കിടക്കുന്ന മക്കളെ വാരിയെടുത്ത് മുത്തം കൊടുത്തിട്ട് പറയുന്ന, മക്കളെ, നമുക്ക് സ്വർഗമുണ്ടടാ,
ഒരു പത്തിരി കൊണ്ട് വാപ്പച്ച് സ്വർഗം ഭാഗിച്ചടാ, ഒരു പത്തിരി കൊണ്ട് ഉമ്മച്ച് സ്വർഗം ഭാഗിച്ചടാ. എന്റെ പ്രിയപ്പെട്ടവര്, 1000 സുജൂദ് കൊണ്ട് നെറ്റിപ്പടം പൊട്ടിച്ച് രക്തമൊഴുക്കുന്നതിനൊക്കെ നല്ലത് ആ സമയത്ത് ഇബാദത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് നിന്റെ നാട്ടില്, നിന്റെ വീട്ടില്, നിന്റെ അയൽവക്കത്തെ പാവപ്പെട്ടവരെ വിശപ്പടക്കാൻ വേണ്ടി പോകലാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ് ആ പ്രവർത്തനം.